കുതിര, രഥം, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക്. മതി. അവിടുത്തെ കച്ചവട സാധനങ്ങളാ. ഒരു കാലത്തും പഴയ ബാബിലോൺ പട്ടണത്തിൽ ഈ മാനുഷികദേഹവും മനുഷ്യപ്രാണനും കച്ചവടം ചെയ്തിട്ടില്ല. മനുഷ്യൻ്റെ ജീവൻ കച്ചവടം ചെയ്യുമെന്ന, അത് രക്തത്തിൻ്റെ കച്ചവടമല്ല. മനുഷ്യൻ്റെ ജീവൻ കൃത്രിമമായിട്ടുണ്ടാക്കാൻ പറ്റും. ജീവൻ കൃത്രിമമായിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പോഴാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്, പണ്ട് കണ്ടെത്തിയിട്ടില്ല. നൈട്രജനും ഹൈഡ്രജനും ഓക്സിജനും കാർബണും ഒരുമിച്ച് ചേർത്ത് അതിനോട് സൾഫർ ചേർത്ത് അതിലൂടെ അൾട്രാവയലറ്റ് കിരണങ്ങൾ കടത്തിവിട്ട് പരീക്ഷിച്ചപ്പം അവർ കണ്ടു പ്യൂരിൻ ആൻഡ് പൈരമിഡിൻ, DNA ആദ്യ പാദത്തിൻ്റെ ചലനങ്ങൾ അവർ കണ്ടു. ജീവൻ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് 50 വർഷം പോലും ആയില്ല. അപ്പോൾ പഴയ ബാബിലോണിൻ്റെ കാര്യമല്ല, ജീവൻ കൃത്രിമമായിട്ടുണ്ടാക്കുകയും ജീവൻ കച്ചവടച്ചരക്കാക്കുകയും ആർക്ക് വേണമെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകാവുന്ന ഒരു അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യുന്ന കാലത്തെക്കുറിച്ച് ആ കാലം ഇപ്പോൾ വന്നിരിക്കുകയാണ്. സ്തോത്രം. ബാബിലോൺ പണിയപ്പെടാൻ പോവുകയാ. പിന്നെ അവിടെ കാണുന്നത് മാനുഷദേഹം എന്നാ. ഞാൻ പഴയ ചില പ്രവചന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കിയിട്ട് ചിരി വന്നു എനിക്ക്. കാരണം അവർ പറയുന്നത് മെഡിക്കൽ കോളേജുകളിൽ ശവത്തിൻ്റെ കീറിമുറിച്ച് പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ശവത്തിൻ്റെ കച്ചവടമാണ് അതെന്നാണ് പറയുന്നത്. അത് ശവത്തിൻ്റെ കച്ചവടമല്ല. ഒറിജിനൽ ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്കറിയാം. നാനോ ടെക്നോളജി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കാർബൺ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഈ ഘടകങ്ങളൊക്കെ യഥാർത്ഥത്തിലുള്ള മനുഷ്യ ശരീരത്തെ അല്ലെങ്കിൽ ജീവിയുടെ ശരീരത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാ. കാർബൺ നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ എന്താ? പദാർത്ഥത്തെ അതിൻ്റെ ഏറ്റവും ചെറിയ കണികയായി വേർതിരിച്ച് ഇഷ്ടമുള്ള കണികകളോട് കൂട്ടിച്ചേർത്ത് ഇഷ്ടമുള്ള സാധനം ഉണ്ടാക്കാവുന്ന ഒരു ശാസ്ത്രീയമായ കണ്ടെത്തലാണ് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണിക ആറ്റമാണല്ലോ. പല വിധത്തിലുള്ള പല കാറ്റഗറിപ്പെട്ട 3 4 അല്ലെ 2 ആറ്റങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു തന്മാത്ര ഉണ്ടാകുന്നത്. ആ തന്മാത്രയ്ക്കാണ് പദാർത്ഥത്തിൻ്റെ ഗുണമുണ്ടാകുന്നത്. സ്തോത്രം. ജലത്തിൻ്റെ തന്മാത്രയ്ക്ക് ജലമെന്ന പദാർത്ഥത്തിൻ്റെ ഗുണമുണ്ട്. എന്നാൽ തന്മാത്രയിലെ ആറ്റങ്ങൾ വേർതിരിച്ചാലോ ആ ഗുണം കാണാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആറ്റങ്ങളെ വേർതിരിച്ച് ഇഷ്ടമുള്ളതുപോലെ കൂട്ടി യോജിപ്പിച്ച് പ്രൈസ് ദി ലോർഡ് ആ ഇഷ്ടമുള്ള വസ്തു ഉണ്ടാക്കിയെടുക്കാം. അതാണ് 10 മുതൽ 50 വരെയുള്ള ആറ്റങ്ങൾ അടുക്കി വെച്ചാൽ കിട്ടുന്ന അളവാണ് ഒരു നാനോമീറ്റർ. നമ്മൾ സാധാരണ 1 മീറ്റർ അളവെടുത്താൽ അത് 100 കോടി നാനോമീറ്ററാണ്. നമ്മുടെ തലയിലെ ഒരു മുടിയുടെ അളവ് എത്രയെന്നറിയാമോ? ഏതാണ്ട് 30,000 നാനോമീറ്ററാണ് അതിൻ്റെ കനം. ഒരു കടലാസ്, ഒരു പേപ്പറിൻ്റെ താളിന് എത്രയാ കനമെന്നറിയാമോ? 1,00,000 നാനോമീറ്ററാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ നാനോ ടെക്നോളജിയുടെ സഹായത്താൽ ഈ പ്രകൃതിയിൽ 2 കോടിയിൽ പരം കാർബൺ ഉൽപ്പന്നങ്ങളുണ്ട്. ഇവിടുത്തെ സകല ജീവജാലങ്ങളും കാർബൺ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ശരീരം കാർബൺ നിർമ്മിതമാണ്. നമ്മുടെ കണ്ണിന് വേണ്ടി ഒരു പ്രത്യേകതരം കാർബൺ സംയുക്തമാണ്. ചെവിക്ക് വേണ്ടി, നാവിന് വേണ്ടി, മറ്റു ഭാഗങ്ങൾക്കൊക്കെ വേറെ വേറെ വിധത്തിലുള്ള കാർബൺ സംയുക്തങ്ങൾ കൊണ്ടാണ് നമ്മൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടേതുപോലുള്ള ശരീരത്തെ ശാസ്ത്രത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആറ്റങ്ങൾ വേർതിരിച്ച് ഇഷ്ടമുള്ളതിനെ, അവർ ഉദ്ദേശിക്കുന്നതിനെ തമ്മിൽ കൂട്ടിച്ചേർത്ത് പണിതെടുത്താൽ ഹല്ലേലൂയ അവരിഷ്ടമുള്ള രൂപമുണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടേതുപോലെ തന്നെ മജ്ജയും മാംസമുള്ള മനുഷ്യരൂപങ്ങൾ. സ്തോത്രം. ആ എഞ്ചിനീയറിങ് ഇനിയിപ്പോൾ റോബോസാപ്പിയൻ്റെ നിർമ്മിതിയിലോട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡേവിഡ് ഹാൻസനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും. എത്യോപ്യയിലെ ലാബുകൾക്കകത്ത് കിഴക്കൻ യൂറോപ്പിലെയും പടിഞ്ഞാറൻ ചൈനയിലെയും അമേരിക്കയിലെയും ഒക്കെ ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്ന് വളരെ വേഗത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
എന്തിനാണെന്നറിയാമോ? ഏറ്റവും മികച്ച റോബോ സാപ്പിയനെ ഉണ്ടാക്കാൻ വേണ്ടി. 13-ാം അധ്യായം വെളിപ്പാട് പുസ്തകത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഭൂമിയിൽ നിന്ന് കയറുന്ന മൃഗം, അതായത് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുള്ള ആ മൃഗത്തിന്റെ പ്രതിമയെ ഉണ്ടാക്കുവാനും മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ജീവൻ കൊടുക്കുവാനും മൃഗത്തിന്റെ പ്രതിമ ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനുമുള്ള പദ്ധതികൾ തയ്യാറാക്കും എന്ന് എഴുതിയിരിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയ ക്രമീകരണങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സോഫിയ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഹാൻസൺ റോബോട്ടിക്സിൻ്റെ സോഫിയ. എന്താ സോഫിയയുടെ പ്രത്യേകത? സോഫിയയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മനുഷ്യനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറാണ്, അല്ലെങ്കിൽ ഒരു റോബോസാപ്പിയനാണ് സോഫിയ. പക്ഷേ സോഫിയയുടെ മുഖത്തിൻ്റെ ചർമ്മം സിലിക്കോൺ ഉപയോഗിച്ചിട്ടാണ്. സോഫിയയുടെ അകത്തെ അവയവങ്ങളിൽ വയറുകൾ, ചെമ്പുകമ്പികളും യന്ത്രങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഇതങ്ങോട്ട് മാറാൻ വേണ്ടി പോവുകയാ. തലച്ചോറിൻ്റെ സ്ഥാനത്ത് നമുക്കുള്ളതുപോലെ തന്നെയുള്ള തലച്ചോറ് അതുപോലെ സെറ്റ് ചെയ്ത് വെക്കാൻ പ്രോട്ടീൻ എഞ്ചിനീയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാ. നമുക്കുള്ള അതേ അസ്ഥികളും മാംസവും രക്തധമനികളും ആന്തരാവയവങ്ങളും ചർമ്മവും കോശവും കണ്ണും എല്ലാം അതുപോലെ ഉണ്ടാക്കിയെടുത്ത് സാക്ഷാൽ മനുഷ്യനെപ്പായിട്ട് ഒരു വ്യത്യാസവുമില്ലാതെ സാക്ഷാൽ മനുഷ്യനെ ഉണ്ടാക്കിയെടുക്കുകയാണവർ. എതിർ ക്രിസ്തുവിന്റെ കസേരയിൽ ഇരിക്കുവാൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിട്ട് നിങ്ങൾ എന്നെ അറിയുന്നില്ല, എന്നാൽ മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, അവനെ നിങ്ങൾ സ്വീകരിക്കും എന്ന് സയോണിസ്റ്റുകൾ ആകാൻ പോകുന്ന യഹൂദനോട് കർത്താവ് പറഞ്ഞു വെച്ചു.